ഗൈസ് ഇത് ഞങ്ങളുടെ വീടിന്റെ മോൾവശമാണേ. ഈ മോൾവശത്ത് ഞങ്ങൾക്ക് എപ്പം നോക്കിയാലും എന്ത് കണ്ടോ, എപ്പം നോക്കിയാലും കുറച്ച് ഓർക്കിഡ് കാണാൻ പറ്റും. ഈ ഓർക്കിഡ് ഇവിടെ ഒരു സ്ഥിരം സാധനമാണ്. എപ്പം നോക്കിയാലും കുറെ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് റെഡി ആയിരിക്കും സാധനം. പക്ഷേ ഈ നമുക്കറിയാം ഇപ്പം ഒരു ചെടി വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പക്ഷെ ഓർക്കിഡ് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. ഇച്ചിരി ടാസ്ക് ആണ് അത് വളർത്തിയെടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈസി ആയിട്ട് ഓർക്കിഡ് വളർത്തിയെടുക്കുന്നതിന് ഒരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് ഉമ്മയാണേ. ഉമ്മയാണ് ഈ ഓർക്കിഡിന്റെയും ചെടികളുടെയൊക്കെ ഇവിടുത്തെ മെയിൻ സംഭവം. അപ്പൊ നമുക്ക് ഉമ്മയോട് തന്നെ ചോദിക്കാം ഇതിന്റെ പരിപാടി എങ്ങനെയാണ്. ഈ ഓർക്കിഡിനകത്തെ പെട്ടെന്ന് പൂ വരാൻ എന്തെങ്കിലും ഒരു ട്രിക്കോ അങ്ങനെ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ? ഓർക്കിഡ് നല്ലതായിട്ട് വെള്ളം കൊടുക്കുക, പിന്നെ നല്ല സൺലൈറ്റ് വേണം. പിന്നെ നമ്മൾ 15 ദിവസം കൂടുമ്പോൾ NPKയുടെ 10, 27, 27 എന്നുള്ള ഒരു വളമുണ്ട്. അത് നമ്മൾ 5 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിന്റെ തണ്ടിലും ഇലയിലും വേരിലും ഒക്കെ അടിച്ചു കൊടുക്കണം. അതുപോലെ വളർച്ചയ്ക്കാണെങ്കിൽ 27, 10, 10 എന്നുള്ള NPK അത് ഈ റേഷ്യയിൽ തന്നെ അടിച്ചു കൊടുക്കണം. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ചെറിയ സാധനം കണ്ടോ? ഇത് തായ്ലൻഡിൽ ഞങ്ങൾ അന്ന് പോയ സമയത്ത് അവിടെ ഒരു ടെമ്പിൾ കാണാൻ പോയപ്പോൾ അവിടെ നമ്മൾ ഓർക്കിഡ് കണ്ടോണ്ട് നിന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ചേട്ടൻ തന്നെയാണേ. അവിടെ ചെടികളൊക്കെ നോക്കുന്ന ആ പുള്ളി തന്നാ. ചെറിയ 2 പീസാ തന്നത്. അത് വേണ്ട അടിപൊളിയായിട്ട് നിപ്പുണ്ട്. അതിനകത്ത് ഇപ്പൊ നല്ല രീതിയിൽ പൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് എന്ത് ചെയ്ത് ആ ചെറിയൊരു തണ്ട് എങ്ങനെ ഇങ്ങനെയാക്കി എടുത്ത്? ആദ്യം നമ്മൾ ഈ ചെടി ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് വളർച്ചയ്ക്കുള്ള വളം കൊടുത്ത് ഇത് കണ്ടോ, ഇത് നമ്മള് മുട്ടത്തോടും തേയിലയുടെ കൊന്തും കൂടെ ഒരു കിഴി പോലെ കെട്ടിച്ചവിട്ടി വെക്കും. അപ്പൊ പെട്ടെന്ന് ഇത് വളരും. വളർന്ന് കുറച്ച് അങ്ങോട്ട് നന്നായിട്ട് വളർന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഫ്ലവറിനുള്ളത് കൊടുക്കുന്നത്. വളർച്ചയ്ക്കാണെങ്കിൽ NPKയുടെ 27, 10, 10 എന്നുള്ള വളം വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. പൂവിന് അന്നേരം കൊടുക്കരുത്. ഇപ്പൊ ഈ മെച്ചൂരിറ്റി പ്ലാന്റ് ആയെങ്കിൽ മാത്രമേ പൂവിനുള്ള വളം കൊടുക്കാവുള്ളൂ. ഓർക്കിഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഓർക്കിഡിന്റെ ഏറ്റവും വലിയ ശല്യം എന്തുവാ? ഏറ്റവും വലിയ ശത്രു ഒച്ചാണ്. ഒച്ച് നമ്മുടെ ഈ വരുന്ന മുട്ടും അതിന്റെ തണ്ടൊക്കെ കടിച്ചു ചെന്ന് കഴിഞ്ഞാൽ പോവും. പിന്നെ കുറെ നാളത്തേക്ക് വളരത്തില്ല. ഇപ്പൊ തന്നെ ഇതില് നല്ലൊരു ഫ്ലവർ വന്നയാ കണ്ടോ, ഒരു കൊലയില് വലിയ 2 മുട്ട വന്നത്. അതിന് ഫുള്ളും ഒച്ചിന്ന് കളഞ്ഞ്. ഒരു ദിവസം നോക്കാതെ വന്നതിന്റെ ഒരു ഇതാണ്. ഇതുപോലെ തന്നെ ഇതിനേക്കാൾ വലിയ ഫ്ലവർ ആയിരുന്നു. അതെ തന്നെ, ഈ നിൽക്കുന്ന മുട്ട ഉണ്ടോ, ഈ പൂക്കൾ കണ്ടോ, അതുപോലെ തന്നെ ഒരു വലിയ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. പക്ഷെ അത് പോയി, ഒച്ച് കഴിച്ചോണ്ട് പോയി. ഒച്ചിനെ പിടിക്കണമെങ്കിൽ നമ്മൾ രാത്രിയിൽ ഒന്ന് കയറി നോക്കിയിട്ട് ഒച്ചിനെ നമ്മൾ പിടിച്ചിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് കൊന്നാൽ മതി. പിന്നെ അല്ലെങ്കിൽ നമ്മൾ തണ്ണിമത്തന്റെ തോടില്ലേ, അതെടുത്ത് കട്ട് ചെയ്ത് ഇതിനകത്ത് വെച്ച് കൊടുക്കാമെങ്കിൽ അത് തിന്നാൻ വേണ്ടി വരും. അന്നേരം പിടിച്ച് നമുക്ക് എടുക്കാം.